ഇയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എടോ ഞാനത് കണ്ടിട്ട് പോലുമില്ല. അതുപോലെ ഞാൻ മോഡൽ ആരാന്ന് എനിക്കറിയില്ല. ഞാനത് പറയണം. അങ്ങനെ എന്തെങ്കിലും ചെന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയില്ലടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളില് അതിനെ പറയണേ. ഞാൻ ഷോക്ക് ആവണം ഓരോന്നൊക്കെ. അഞ്ജലി റിമാദേവി അത് ഞാൻ പറയണേ. ഇതൊന്നും പോലീസ് കൊണ്ടുകൊടുക്കും എന്നുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞു. കൊടുക്ക് ഈ കസേര കൊടുക്കാം. എന്നിട്ടൊന്ന് വിളിച്ചിട്ട് അവരടുത്ത് പ്രസ് കോൺഫറൻസും ഞാൻ പോലീസിനെ വിളിക്കാം ചെയ്യേ. ഞാൻ അത് പറയണേ. What I'm saying is, if there is anything against me, please proceed. Please proceed. നിങ്ങൾ ചോദിച്ചില്ലേ അഞ്ജലി എന്തുകൊണ്ട് അഞ്ജലി? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇതാണ് മൈൻഡ്. മനസ്സിലായല്ലോ? എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പറയാം. ഒരു കാരണമില്ലാതെ അലിഗേഷൻസ് വരുന്നുണ്ടല്ലോ. നല്ല ചോദ്യം. കറക്റ്റ്. എന്റെ ആ എംപ്ലോയിക്ക് എന്തോരം കാര്യങ്ങളുണ്ടാക്കാൻ അലിഗേഷൻസ് വന്നാന്നറിയോ? കറക്റ്റ്. അതെ. അല്ല, ഇത്ര അധികം അലിഗേഷൻസ് വന്നിട്ടും പബ്ലിക് ഇമേജ് മാറുകയല്ലേ? ഞാനല്ലേ പറഞ്ഞു. എനിക്കെന്ത് പബ്ലിക് ഇമേജ് ഇടോ? ഞാൻ പോയിട്ട് ഇലക്ഷൻ നിൽക്കുന്നില്ല. ഞാൻ ഒരിടത്ത് ഫ്രണ്ടിൽ വരുന്നില്ല. എനിക്ക് എന്റെ ബിസിനസ്, എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇത്ര വന്ന് ഞാൻ ഒരിക്കലും മുമ്പിൽ വന്നില്ല. ഇനി വരും കേട്ടോ. ഇനി യെസ് ഐ വിൽ ഫോർ ഷുവർ. ഇനി എന്തെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ. ലീഗലിയാണ് അത്. അതിന്റേതായ ലീഗൽ മാറ്റേഴ്സാ വരാൻ പോണം കേട്ടോ. സോ അത് ചുമ്മാ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോ ലീഗൽ ഇതില് അനുഭവിക്കും. സംശയമില്ല. അത് എത്ര ലീഗൽ ടീം ഉണ്ടെങ്കിലും ഐ വിൽ ഗോ ബിഹൈൻഡ് ഇറ്റ്. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നോൺ ബെയിലബിൾ. ഓക്കെ.